അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര ഉണ്ട്? 1, 2, 3 അല്ലേ? ഇഷ്യൂസ് ഇൻ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അതിൽ 4 കണ്ടംപററി ഇഷ്യൂസാണ് വരുന്നത്. ഇപ്പോൾ ടെററിസം, റിലീജിയസ് ഫണ്ടമെൻ്റലിസം, മിലിറ്ററിസം, എത്നിസിറ്റി, ഇത് 4ആണ് എന്താ നമ്മുടെ സമകാലിക ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസ്. എസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആരോട് ഒരുമിച്ച് എഴുതാൻ വേണ്ടി ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാണുന്നത് ടെററിസമാണ്. ഇതും കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ആയിട്ട് എന്താ ബന്ധം? ഏതാ? ഇന്ന് ലോകരാജ്യങ്ങളിലുള്ള കമ്പാരിറ്റീവ് പൊളിറ്റിക്സിലുള്ള ഇഷ്യൂ ആണത്. എല്ലാ ലോകരാജ്യങ്ങളും ടെററിസം ഇല്ല. ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസം ഇല്ലയോ? മിലിറ്ററിസം ഉണ്ട്. അതുപോലെ തന്നെ ഇത് എത്നിസിറ്റി, വംശീയത ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുണ്ട് ലോകരാജ്യങ്ങളിൽ. അപ്പോൾ ഒന്നാമത്തെ ടെററിസമാണ്. സോ ടെററിസം ഈസ് നോട്ട് എ ന്യൂ ഫിനോമിന. ഒരു പുതിയ പ്രതിഭാസം നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് ഇറ്റ് ഡേറ്റ് ബാക്സ് അബൌട്ട് 100 years ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൻ്റെ ചരിത്രത്തിൽ ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രശ്നമാണ് ഏതാ? ടെററിസം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എൻ ആക്ട് ഓഫ് വയലൻസ് ഓർ ത്രെറ്റ് ക്യാരിഡ് ഔട്ട് വിത്ത് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ഒരു പ്രത്യേകമായ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി നടത്തുന്ന അക്രമപരമായ പ്രവർത്തനമാണ് എന്താ? ടെററിസം. അല്ലെങ്കിൽ അക്രമപരമായ അല്ലെങ്കിൽ ഭീഷണി ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് നമ്മൾ നേടിയെടുക്കുന്നു. ഇൻ റീസെൻറ്റ് ടൈംസ് ഇറ്റ് ഹാസ് ബിക്കം എ ചലഞ്ച് ടു പീസ്, ഓർഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് വേൾഡ് കമ്മ്യൂണിറ്റി. ഇന്ന് നമ്മുടെ അടുത്ത കാലഘട്ടത്തിൽ ഈ ടെററിസം എന്ന് പറയുന്നത് ലോകസമാധാനത്തിനും അതുപോലെ തന്നെ എന്താണ് ഓർഡറിനും ക്രമസമാധാനത്തിനും ലോകരാജ്യങ്ങളുടെ വികസനത്തിനും ഒരു ഭീഷണിയായി, ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നു ടെററിസം നിലനിൽക്കുന്നു. ആസ് എ ഫോം ഓഫ് ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ വയലൻസ് ഇറ്റ് ഹാസ് അഫക്റ്റഡ് ആൾമോസ്റ്റ് ഓൾ കൺട്രീസ്. ഈ ടെററിസം എന്ന് പറയുന്ന ഇന്ന് ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ അക്രമമായതുകൊണ്ട് ഇന്ന് എല്ലാ ലോകരാജ്യങ്ങളെയും എന്ത് ബാധിക്കുന്നു? ടെററിസം ബാധിക്കുന്നു. ഇറ്റ് ഹാസ് എമേർജ്ഡ് ആസ് ഗ്ലോബൽ ഫിനോമിന ആൻഡ് അസ്യൂംഡ് ട്രാൻസിഷണൽ ക്യാരക്ടർ. ഇന്ന് ടെററിസം എന്ന് പറയുന്ന ഒരു ആഗോള പ്രതിഭാസമാണ്. ഒരു ട്രാൻസിഷണൽ ആയിട്ടുള്ള സ്വഭാവം ഏതിനുണ്ടായിട്ടുണ്ട്? ഈ ടെററിസം മൂലം ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു എൻറ്റയർ ഹ്യൂമാനിറ്റി. നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മാനവിക സമൂഹങ്ങൾക്കും ഒരു ഭീഷണിയായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് എ ത്രെറ്റ് ടു ഹർ ഡെമോക്രസി ആൻഡ് കോർ വാല്യൂസ് ഓഫ് സെക്യുലറിസം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടെററിസം ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾക്കും ഒരു ഭീഷണിയാണ്. അപ്പോൾ ടെററിസം എന്ന് പറയുന്നത് ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ലോകരാജ്യങ്ങളെല്ലാം എന്തുണ്ട്? ടെററിസമാണ്. ഏറ്റവും ഉദാഹരണമാണ് നമുക്ക് പറയാം 2001 സെപ്റ്റംബർ 11 അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിനെയും പെൻറ്റഗൺ ടവറിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംഘടന നടത്തിയ വിമാനാക്രമണം. അപ്പോൾ അമേരിക്കയെ പോലും എന്ത് ചെയ്യുന്ന ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് എന്താ? ടെററിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡെഫിനിഷനാണ് എ ജനറലി accepted definition of terrorism is not cited by any political scientist. ഒരു രാഷ്ട്രീയ ചിന്തകന്മാരും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്തിന് നൽകിയിട്ടില്ല? ടെററിസം നൽകിയിട്ടില്ല. The UN had spent several years for defining the word terrorism. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്ത് പല വർഷങ്ങളായിട്ട് ഈ ടെററിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ദേ ഫെയിൽഡ് ടു പ്രൊവൈഡ് എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ. ആഗോളപരമായി അംഗീകരിക്കപ്പെട്ട ഒരു നിർവചനം ടെററിസത്തിന് നൽകാൻ UN പോലും എന്ത് ചെയ്തു? പരാജയപ്പെടുകയുണ്ടായി. ഇവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അക്കോർഡിംഗ് ടു വിക്ടോറിയ ഷെഫീൽഡ്, ടെററിസം ഈസ് an unlawful act of violence committed to an attempt to overthrow a government and a system of government. അതായത് നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ തകിടം മറിക്കുന്നതിന് വേണ്ടി നടത്തപ്പെടുന്ന നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അക്രമ പ്രവർത്തനമാണ് എന്താ? ടെററിസം. എക്സിസ്റ്റിംഗ് ഡെമോക്രാറ്റിക് സെറ്റപ്പ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡെമോക്രസിയാണ്. അപ്പോൾ ആ ജനാധിപത്യ വ്യവസ്ഥയെ പുറത്താക്കാം. അല്ലെങ്കിൽ
ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിവിധ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്, പാർലമെൻ്ററി ഉണ്ട്, പ്രസിഡൻഷ്യലുണ്ട്, അങ്ങനെ പല ഭരണ സംവിധാനങ്ങളെയും എന്ത് ചെയ്യുന്നു, അട്ടിമറിയിൽ കൂടി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നടത്തപ്പെടുന്ന അൺലോഫുൾ ആയിട്ടുള്ള നിയമവിരുദ്ധമായ അക്രമ പ്രവർത്തനമാണ് എന്ന് പറയുന്നത് ടെററിസം എന്ന് പറയുന്നു. സോ ദി അനാലിസിസ് ഓഫ് ടെററിസം as a form of political violence is a problem because of the lack of consensus among writers on the definition of terrorism. അപ്പോൾ നമ്മൾ ടെററിസം എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിനെ ഒരു പൊളിറ്റിക്കൽ വയലൻസ് ആയി കണക്കാക്കുകയാണെങ്കിൽ, ഒരു രാഷ്ട്രീയപരമായ അക്രമമായിട്ട് ടെററിസത്തെ കണക്കാക്കുകയാണെങ്കിൽ ഇന്നതൊരു വലിയ പ്രശ്നമായിട്ട് ടെററിസം മാറിയിരിക്കുകയാണ്. കാരണം ലോകത്തിലെ വിവിധ ചിന്തകന്മാർക്കിടയിൽ ഒരു അനുരഞ്ജന ശ്രമം ഇതുവരെയും ടെററിസം ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ടെററിസത്തെ കൃത്യമായി ഡിഫൈൻ ചെയ്യുവാൻ ഒരു അനുരഞ്ജന ശ്രമം എന്ത് ചെയ്തിട്ടില്ല, ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ടെററിസം ഒരു പൊളിറ്റിക്കൽ വയലൻസ് എന്ന നിലയിൽ ഒരു വലിയ പ്രശ്നമായി ഇന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. Despite of differences, most of the scholars agree that present day terrorism is a negative political phenomenon. അപ്പോൾ ഇങ്ങനെയൊരു കാഴ്ചപ്പാടിനെ ഇങ്ങനെയൊരു വ്യത്യാസം ഡിഫറെൻറ്റ് ചിന്തകന്മാർക്കിടയിൽ ടെററിസത്തെക്കുറിച്ച് ഉണ്ട് എങ്കിൽ പോലും സ്കോളേഴ്സ് എല്ലാവരും, പണ്ഡിതന്മാരെല്ലാവരും അംഗീകരിച്ച ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്നത്തെ ടെററിസം അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കപ്പെടുന്നത് ഒരു നെഗറ്റീവ് പൊളിറ്റിക്കൽ ഫിനോമിനയാണ്, ഒരു നിഷേധാത്മകമായ ഒരു രാഷ്ട്രീയ പ്രതിഭാസമായിട്ടാണ് എന്ത് നിലനിൽക്കുന്നത്, ടെററിസം നിലനിൽക്കുന്നത്. ഇത് വിത്ത് ഗീവ് consequences for the individual, society, political regimes, international community and human rights as a whole. എല്ലാവർക്കും, വ്യക്തികൾക്കായാലും സമൂഹത്തിനായാലും രാഷ്ട്രീയപരമായ മേഖലകളിലും അന്തർദേശീയ സമൂഹങ്ങളിലും ഇങ്ങേയറ്റം മനുഷ്യാവകാശത്തിന് പോലും ഭീഷണിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് എന്താ, ഒരു നെഗറ്റീവ് പൊളിറ്റിക്കൽ ഫിനോമിനയാണ് എന്ന് പറയാം ടെററിസം എന്ന് പറയുന്നത്. So we can define terrorism as an unlawful violent activity against humanity. നമ്മുടെ മാനവിക സമുദായത്തിനോട് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ ആ മാനവിക സമുദായത്തിനെതിരെ കാണിക്കുന്ന ഒരു നിയമവിരുദ്ധമായ അക്രമ പ്രവർത്തനമാണ് എന്താ, ടെററിസം എന്ന് പറയുന്നത്. So anyone who resolve the violence without officially at war or part of the armed forces of the country is the terrorist act. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു രാജ്യത്തിനെതിരായിട്ട് ഒരു യുദ്ധം നടത്തുന്നു അല്ലെങ്കിൽ ഒരു ആംഡ് ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, സൈനിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, ഒരു ടെററിസ്റ്റ് ആക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തി ശ്രമിച്ചാൽ ടെററിസം നടക്കും. ഒരു ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യാൻ കഴിയും, ഓവർത്രോ ചെയ്യാൻ ഒരു വ്യക്തിയെ കൊണ്ട് പറ്റും. അതേപോലെ ഒരു കമ്മ്യൂണിറ്റിയാകും. ഇപ്പോൾ നമ്മൾ ഇപ്പം പറയും, ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് അൽ ഖ്വയ്ദ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ എന്ന് പറയുന്ന ആ ആൾ പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ മറ്റാളുകൾ എന്ത് ചെയ്യുന്നു, ഏറ്റെടുക്കുന്നു. അപ്പോൾ അവർ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് ഔദ്യോഗികമായിട്ട് രാജ്യത്തിനെതിരെ എന്ത് ചെയ്യുന്നു, യുദ്ധം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെ നമുക്ക് എന്തായിട്ട് കാണാം, ടെററിസമായിട്ട് കണക്കാക്കുക. അപ്പോൾ അത്രയാണ് ഡെഫിനിഷൻ ഓർത്തിരിക്കേണ്ടത്. ഇനി ടെററിസം എങ്ങനെയാണ് വളർന്നത് നമുക്ക് നോക്കാം. ഗ്രോത്ത് ഓഫ് ടെററിസമാണ്. സോ ടെററിസം ഈസ് നോട്ട് എ റീസെൻറ്റ് ഫിനോമിനൻ. ഈ അടുത്ത കാലത്തുണ്ടായൊരു പ്രതിഭാസമല്ല ഏതാ ടെററിസം. ഇറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ കോൺസ്പിറൻസി വിത്തിൻ റോയൽ കോർട്സ് ഫോർ ക്യാപ്ചറിങ് പവർ. ഇതൊരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ റോയൽ കോർട്ടുകൾ, രാജകൊട്ടാരങ്ങൾ, പണ്ടുകാലത്തുണ്ടായിരുന്ന രാജകൊട്ടാരങ്ങൾ എന്ത് ചെയ്യുന്നതിന് വേണ്ടി, അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്തുണ്ടായെന്ന് പറയുന്നത് ടെററിസം. അതിപ്പോൾ രാജാക്കന്മാർ തമ്മിൽ എന്ത് ചെയ്യാം, മത്സരങ്ങളുണ്ടാകും. അപ്പോൾ അവർ ഗൂഢാലോചന നടത്തി നിലവിലുള്ള ഭരണാധികാരിയെ അധികാരത്തിൽ പുറത്താക്കി അയാൾക്ക് അധികാരം കിട്ടാൻ വേണ്ടി അയാൾ നടത്തുന്ന ഗൂഢാലോചന. നമ്മൾ പണ്ട് ഷേക്സ്പിയറിൻ്റെ ഡ്രാമ പഠിച്ചിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നത്? ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ പഠിക്കാനില്ല. നിങ്ങൾക്ക് ഏതാ സെക്കൻഡ് ഇയർ? സീസർ ആൻഡ് ക്ലിയോപാട്ര. അപ്പോൾ ജൂലിയസ് സീസറിനകത്ത് എന്ത് ചെയ്തു, സീസറിനെ അധികാരത്തിൽ പുറത്താക്കാൻ വേണ്ടിയിട്ട് നടത്തപ്പെടുന്നൊരു ഗൂഢാലോചനയാണ് എന്ത് ചെയ്യുന്നത്, സീസറിൻ്റെ ഭാഗത്തിലേക്ക് അവസാനം എത്തിച്ചേരുന്നത്. അപ്പോൾ പണ്ട് രാജകൊട്ടാരങ്ങളിലുണ്ടായിരുന്ന ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് എന്താ ആവിർഭവിക്കുന്നത്, ടെററിസം ആവിർഭവിക്കുന്നത്. സോ ബട്ട് ഇറ്റ് ഡെവലപ്ഡ് ഇൻ ദ മോഡേൺ ഏജ് ആൻഡ് ചേഞ്ച്ഡ് ദ എൻറ്റയർ കൺസെപ്റ്റ്. അപ്പോൾ ഇന്നെന്താണ്, ആ ഒരു കൺസെപ്റ്റ് മാറി. ഒരു ഗൂഢാലോചന എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാട് മാറി.
പുതിയ ചില കൺസെപ്റ്റിലേക്ക് എന്ത് മാറിയിരിക്കുകയാണ്? ടെററിസം. സോ ദ സിസ്റ്റമാറ്റിക് ടെററിസം റിസീവ്ഡ് മൊമെൻറ്റം ഇൻ ദ 18th and 19th century. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ടെററിസം ആവിർഭവിക്കുന്നത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലുമാണ്. അതിൽ എ ഗ്ലെയറിംഗ് എക്സാമ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം വാസ് ദ അസാസിനേഷൻ ഓഫ് ദ പ്രിൻസസ് ഫെർഡിനൻഡ് ഇൻ 1914. കേട്ട് കാണും. 1914 ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനുള്ള അടിസ്ഥാന കാരണം എന്താണ്? സെർബിയയിലെ രാജാവായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും അദ്ദേഹത്തിൻ്റെ ഭാര്യ സോഫിയയും കൂടി എന്ത് ചെയ്തപ്പോൾ ഒരു കാറിൽ സഞ്ചരിച്ചപ്പോൾ ഒരു സെർജാവോ റേസിൽപ്പെട്ട വിൽസ്ബൂത്ത് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു? ഇവരെ വെടിവെച്ച് കൊന്നു. അതാണ് നമ്മുടെ ചരിത്രത്തിലെ ആദ്യത്തെ ടെററിസത്തിനുള്ള ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് പറയാൻ കഴിയുന്നത്. സോ ഹവർ ഇൻ 1960s ഇൻ്റർനാഷണൽ ടെററിസം അപ്പിയർഡ് വയലൻ്റ്ലി ഇൻ ടു ദ സീ. അപ്പോൾ 1960 കൂടിയാണ് ശരിക്കും എന്താണ് അന്തർദേശീയ തലത്തിൽ എന്ത് വ്യാപിക്കുന്നത്? ടെററിസം വ്യാപിക്കും. പിന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പറയുന്നത് ഈ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡിൻ്റെ അസാസിനേഷനാണ് ചരിത്രത്തിലെ ആദ്യത്തെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെററിസം എന്ന് പറയുന്നത്. ഇനി ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് 20th century ഹാസ് സീൻ ഓൾഡ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ടെററിസം ബീങ് ജോയിൻഡ് ബൈ ന്യൂ റിലീജിയസ്ലി മോട്ടിവേറ്റഡ് ടെററിസം. ഇപ്പോൾ നമ്മുടെ 20ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശാബ്ദത്തോടു കൂടി ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായിട്ട് അതിന് പകരമായി എന്ത് ചെയ്തു? റിലീജിയസ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള മതപരമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ടെററിസം എന്ത് ചെയ്തിരിക്കുകയാണ്? ആവിർഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ നോക്കുകയാണെങ്കിലും പാകിസ്ഥാനിൽ ടെററിസ്റ്റ് ആക്രമണകാരികളുണ്ട്. കാശ്മീർ ഇഷ്യൂവിൻ്റെ പേരിൽ ഇന്ത്യയിൽ എന്ത് നടത്തുന്നു? ടെററിസ്റ്റ് ആക്രമണം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ടെററിസം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മതാധിഷ്ഠിതമായ ഒന്നിലേക്ക് എന്ത് മാറിയിരിക്കുകയാണ്? ടെററിസം മാറിയിരിക്കുകയാണ്. അതിന് ഏറ്റവും ഉദാഹരണം നമ്മൾ പറയുന്നത് എന്താണ്? ദ വേൾഡ് ട്രേഡ് സെൻറ്റർ അറ്റാക്ക് ആൻഡ് റിലേറ്റഡ് കോൺസ്പിറസി. നമ്മൾ നേരത്തെ പറഞ്ഞ 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം അല്ലെങ്കിൽ പെൻഡമൺ ടവർ എന്ത് ചെയ്യുന്നു? ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസ് നമുക്ക് ഇന്നൊരു റിലീജിയസ് ഓറിയൻറ്റഡ് ടെററിസമായിട്ട് എന്ത് ചെയ്യാം? കണക്കാക്കാം. ഇനി ബയോ ടെററിസം ഈസ് ന്യൂ ഫോം ഓഫ് ടെററിസ്റ്റ് ത്രെറ്റ്സ്. ഇന്ന് മറ്റൊരു ത്രെട്ടാണ് ബയോ ടെററിസം എന്ന് വെച്ചാൽ ബയോളജിക്കലായിട്ട് എന്ത് ചെയ്യുന്നു? ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്. ദ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം എക്സിസ്റ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് കോൾഡ് വാർ. ഇനി കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെററിസം. അത് കോൾഡ് വാർ എന്ന് പറയുന്നത് 1945 മുതൽ 1991 വരെയുള്ള പീരീഡാണ് കോൾഡ് വാർ എന്ന് പറയുന്നത്. അതായത് ആഫ്റ്റർ ദ സെക്കൻഡ് വേൾഡ് വാർ ദ വേൾഡ് വാസ് divided into two power blocks. One is under leadership of America, that is capitalism, and another is under leadership of Soviet Union, that is communism. So we can say Cold War is an ideological clash between America and Soviet Union. അതിൻ്റെ ഫലമായിട്ട് കുറേ അലയൻസസ് ഉണ്ടാക്കി. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിൽ വന്ന ഒരു അലയൻസാണ്. Then CENTO, Central Treaty Organization. Then SEATO, South East Asian Treaty Organization. ഇത് മൂന്നും അമേരിക്ക കോൾഡ് വാറിൽ എന്ത് ചെയ്തു? അമേരിക്കയുടെ സഖ്യകക്ഷികളും ചേർന്നുണ്ടാക്കിയ 3 അലയൻസുകളാണ്. ഇതിനെതിരായിട്ട് സോവിയറ്റ് യൂണിയൻ കൊണ്ടുവന്നതാണ് വാഴ്സാ പാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് സോവിയറ്റ് യൂണിയനും അവരുടെ സഖ്യകക്ഷികളും കൂടി ചേർന്നുണ്ടായതാണ്. പക്ഷെ അവസാനം ഇതൊരു ശരിക്കും ഒരു ആംഡ് റിബലിയനിലേക്ക് പോയില്ല, ഒരു ഐഡിയോളജിക്കൽ ക്ലാഷാണ് ഉണ്ടായിരുന്നത്. അത് 1990s അവസാനത്തോടെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാവുന്നു. സോവിയറ്റ് യൂണിയൻ്റെ ഡിസിൻറ്റഗ്രേഷൻ, സോവിയറ്റ് യൂണിയൻ്റെ ശുദ്ധീകരണം, അതായത് മിഖായിൽ ഗോർബച്ചേവ് സോവിയറ്റ് യൂണിയൻ കൊണ്ടുവന്ന റിഫോംസിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്നു. ആ 15 റിപ്പബ്ലിക്കുകളുടെ യൂണിയൻ ആയിരുന്നു സോവിയറ്റ് യൂണിയൻ. അതെല്ലാം സെപ്പറേറ്റ് രാജ്യങ്ങളായിട്ട് മാറി. അപ്പോൾ ആ കോൾഡ് വാറിൻ്റെ സമയത്ത് എന്തുണ്ടായിരുന്നു പറയാം? നമുക്ക് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസം ഉണ്ടായിരുന്നു എന്ന് പറയാം. ബയോളജിക്കൽ അതായത് ബയോളജിക്കൽ ബയോ ടെററിസം പറയുന്നത് ഇല്ല, ഡീറ്റെയിൽഡ് പറയുന്നത്. ബയോ ടെററിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഈ എബോള പോലെ എയ്ഡ്സ് പോലെയൊക്കെ ഉള്ള അസുഖങ്ങളെന്ന് പറയുന്നത് അത് ബയോളജിക്കലാണ്, നമ്മുടെ ജീവശാസ്ത്രപരമായിട്ടുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അത് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നതാണ്? ഇഞ്ചെക്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യുന്നു? വ്യാപിപ്പിക്കുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയുന്നുള്ളത്. സോ ദീസ് ടൈപ്സ് ഓഫ് ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് viewed as
ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ. സാമുവൽ പി ഹണ്ടിങ്ടൻ്റെ കാഴ്ചപ്പാടാണ്. ഇപ്പോൾ ബയോളജിക്കൽ ടെററിസം അല്ലെങ്കിൽ ബയോ ടെററിസം ഉണ്ടായാൽ പോലും, സ്റ്റേറ്റ് സ്പോൺസർഡ് ടെററിസം ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ വേറെണ്ണമുണ്ട്, ക്രോസ് ബോർഡർ ടെററിസം, അതിർത്തി കടന്നുള്ള ഭീകരവാദം. അതിന് ഉദാഹരണമാണ് കാശ്മീർ ഇഷ്യൂ. നമ്മുടെ അഫ്ഗാൻ എന്ത് ചെയ്തത്, അതിൽ അൽ-ഖയ്ദ തീവ്രവാദികൾ എവിടെ ആക്രമിച്ചത്, അമേരിക്ക ആക്രമിക്കുന്നു. അത് ക്രോസ് ബോർഡർ ടെററിസമാണ്. ഇത് ഏത് ടെററിസം ആയാൽ പോലും ദാറ്റ് വിൽ ക്ലാഷ് അവർ സിവിലൈസേഷൻ. നമ്മുടെ സംസ്കാരങ്ങളെല്ലാം എന്ത് ചെയ്യും, പൂർണ്ണമായിട്ട് ഇല്ലാതാകുന്നതിന് കാരണം. അത്രയാണ് അതിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ടെററിസം ഉണ്ടായി നമുക്ക് നോക്കാം. അതായത് റീസൺ ഫോർ ദി ഗ്രോത്ത് ഓഫ് ടെററിസം വളരാനുണ്ടായ കാരണങ്ങളാണ്. സോ ഇനിക്വാളിറ്റി ആൻഡ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആർ ദ മേജർ കോസ് ഓഫ് ദ ടെററിസ്റ്റ് ആക്ടിവിറ്റി. ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയപ്പെടുന്നത് എന്താണ്, അസമത്വവും അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തികപരമായ പ്രശ്നങ്ങളുമാണ്. അതായത് എ ടെററിസ്റ്റ് ഈസ് നോട്ട് ആൻ അനാർക്കിസ്റ്റ്. ഒരു ഭീകരവാദി എന്ന് പറയുന്നത് ഒരിക്കലും അയാളൊരു അരാജകവാദി ആയിരിക്കത്തില്ല. അതായത് വൺ മേ റിസോർട്ട് ടു വയലൻസ് വെൻ ഡെമോക്രാറ്റിക് ചാനൽസ് ആർ ബ്ലോക്ക്. എപ്പോഴാണ് നമുക്ക് അക്രമം ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇപ്പം തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ളൊരു വലിയ ടെററിസ്റ്റ് ആക്രമണമാണ് മാവോയിസ്റ്റ് ആക്രമണം എന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴത് ചെയ്യുന്നത്? ഒരു രാജ്യത്തിൽ നിലനിൽക്കപ്പെടുന്ന ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ എന്താവത്തുള്ളൂ, മോബ് വയലൻ്റ് ആവത്തുള്ളൂ. അപ്പം ഒരു ടെററിസ്റ്റ് എന്ന് പറയുന്നയാൾ ഒരിക്കലും ഒരു അനാർക്കിസ്റ്റ്, അരാജകവാദി ആവില്ല. എന്നുവെച്ചാൽ രാജ്യത്തോട് താല്പര്യമില്ലാത്ത ഒരാളല്ല ഒരു ടെററിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടെററിസം എപ്പോഴും ഉണ്ടാവുന്നേ എന്ന് പറയുന്നത് എപ്പോഴാണ്, ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം ബ്ലോക്ക് ആകുമ്പോൾ, ഒരു ജനാധിപത്യമായിട്ടുള്ള ഭരണ സംവിധാനത്തിന് തകരാറുണ്ടാകുന്ന സമയത്ത് മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, ടെററിസം ഉണ്ടാവുന്നുള്ളൂ. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ഈ അമേരിക്കയിൽ കണ്ട ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത്, ദ റീസെൻറ്റ് അറ്റാക്ക് ഓൺ അമേരിക്ക ഈസ് ജസ്റ്റിഫൈഡ് ബൈ ദ ടെററിസ്റ്റ് ബൈ ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് വാസ് ആൻ അറ്റാക്ക് ഓൺ ഓപ്പൺ വേൾഡ് എക്കോണമി ആൻഡ് മിലിറ്ററി ഹെജിമണി ഓഫ് അമേരിക്ക. അമേരിക്കയുടെ സൈനിക ആധിപത്യത്തിനെതിരായിട്ടും അവരുടെ ഓപ്പൺ വേൾഡ് എക്കോണമിക്കെതിരായിട്ടുമാണ് എന്ത് നടത്തിയത്, ഈ അമേരിക്കയിലെ ഭീകരാക്രമണം നടത്തിയെന്നാണ് ആരുടെ കാഴ്ചപ്പാട്, ആ ടെററിസ്റ്റുകളുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും എന്താ, ഒരു രാജ്യത്തിലെ ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയല്ല നമ്മൾ ഭീകരാക്രമണം നടത്തുന്നത്. ഒന്നുകിൽ അവിടെ നിലനിൽക്കപ്പെടുന്ന അസംബന്ധത്തിനെതിരായിട്ടായിരിക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പവറാണ് ഏതാ, മിലിറ്ററി രംഗത്ത് ഏറ്റവും വലിയ പവറാണ് ഏതെന്ന് പറയുന്നത് അമേരിക്ക. അമേരിക്കയുടെ ഡോമിനേഷൻ നമുക്ക് എല്ലാ രാജ്യങ്ങളിലും കാണാം. ഉദാഹരണം പാകിസ്ഥാൻ, ഇറാഖ് പോലെയുള്ള എല്ലാ രാജ്യങ്ങളിലും അമേരിക്ക ഡോമിനേഷനാണ് കാണുന്നത്. അപ്പോൾ ആ അമേരിക്കയുടെ ഡോമിനേഷനെതിരായിട്ടാണ്, ആ മിലിറ്ററി ഡോമിനേഷനെതിരായിട്ടാണ് എന്ത് നടത്തിയത്, ടെററിസം കൊണ്ടുവന്നതെന്നാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയെന്നാണ് ആരുടെ കാഴ്ചപ്പാട്, ടെററിസ്റ്റുകളുടെ കാഴ്ചപ്പാട്. അതുപോലെ തന്നെ അവരുടെ വേൾഡ് എക്കണോമിക് സിസ്റ്റം, ഓപ്പൺ വേൾഡ് എക്കണോമിക് സിസ്റ്റം, അപ്പോൾ അതിനെതിരായിട്ട് എന്താണ് ആക്രമിച്ചു എന്നാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അരാജകത്വം എന്ന് പറഞ്ഞാൽ എന്തോ ശരിക്കും? അരാജകത്വം എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ഒരു രാജ്യത്തിൽ എന്താ ഭരണ സംവിധാനം ഇല്ലാത്തൊരവസ്ഥ, അതിനെ നമ്മൾ എന്താ പറയുന്നത്, അനാർക്കി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അവിടെ രാജ്യത്തിൻ്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്താ ക്രമീകരിച്ചുകൊണ്ട് പോകാൻ ഒരു എക്സിസ്റ്റിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇല്ലാത്ത അവസ്ഥയാണ് എന്താ അരാജകത്വം. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളെയാണ് നമുക്ക് എന്താ പറയുക, അനാർക്കിസ്റ്റുകളെന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച അരാജകത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മലയാളം കറക്റ്റ് എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ അതിൻ്റെ ടേം മീനിങ് പറഞ്ഞ എന്താണ്, ലാക്ക് ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ എ കൺട്രി, ഒരു ഭരണ സംവിധാനം ഇല്ലാത്ത അവസ്ഥ. അരാജകത്വം നോക്കിയിട്ട് പറയാം ഞാൻ മലയാളം ഇത്തിരി അല്പം വീക്കാണ്. ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സിസ്റ്റമാണ് അരാജകത്വം എന്ന് പറയുന്നത്. കാരണം ശരിയായ രീതിയിൽ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനം എന്താ കൊണ്ടുപോകാൻ ഫങ്ഷനിങ് ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും ആരാവാം, ഒരു അരാജകവാദി ആവാം. അയാൾക്ക് വേണേൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഏറ്റെടുക്കും. അതായത് ആ ഫംഗ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഫംഗ്ഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തിരിക്കുന്നത്, അതാണ് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. സോ ലൈക്ക് ദ ഓർഡിനറി സ്ട്രീറ്റ് ക്രിമിനൽസ്, ടെററിസ്റ്റ് ആർ ആൾസോ നോട്ട് ബോൺ ബട്ട് ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി. ഇപ്പോൾ സാധാരണ ഒരു ക്രിമിനലിനെ പോലെ ചിലപ്പോൾ ഒരു വ്യക്തി ജന്മന എന്താവാം, ക്രിമിനലാവാം. അപ്പോൾ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവനെ എന്ത് ചെയ്യാം, ക്രിമിനലിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവരുടെ വീട്ടിലെ പേരൻറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണെങ്കിൽ സ്വാഭാവികമായി ആ കുട്ടി ആരാവാം, ക്രിമിനലാവാം. പക്ഷേ
ഈ ടെററിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്നത് എന്തല്ല, അവർ ജന്മനാ ടെററിസ്റ്റുകളല്ല. നമ്മുടെ സമൂഹമാണ് അവരെ ആരാക്കി മാറ്റുന്നത്, ടെററിസ്റ്റുകളാക്കി മാറ്റുന്നത്. സോ ഇൻഡിവിജ്വൽസ് ട്രേറ്റ്സ് ഇൻക്ലൂഡിങ് ബയോളജിക്കൽ, മെൻ്റൽ ആൻഡ് അൺഫേവറബിൾ സോഷ്യൽ എൻവയോൺമെൻറ്റ് എക്സ്പ്ലെയിനിങ് സോഷ്യൽ ഹ്യൂമൻ ബിഹേവിയർ. ഈ വ്യക്തികൾ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബയോളജിക്കലായിട്ടുള്ള, മെൻ്റലായിട്ടുള്ള, അൺഫേവറബിൾ ആയിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റിൽ കൂടിയിട്ട്, നമുക്ക് അനുയോജ്യമല്ലാത്ത സാമൂഹ്യ പശ്ചാത്തലത്തിൽ കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി ആരായി മാറുക, ടെററിസ്റ്റായി മാറുക. സോ വി ബിക്കം ഡെസ്പറേറ്റ് ആൻഡ് യൂസസ് ദ ഓൺലി വെപ്പൺ അവൈലബിൾ ടു ഹിം, ദാറ്റ് ഈസ് ദ വെപ്പൺ ഓഫ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് മോശമായ അവസ്ഥയിലേക്ക് പോകുന്നു. നമ്മുടെ ആ ചുറ്റുപാട് ശരിയല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം മോശമാകുന്നു. സ്വാഭാവികമായിട്ടും ഈ വ്യക്തിയിൽ എന്ത് ചെയ്യുന്നു, നിരാശയുണ്ടാകുന്നു. നമ്മുടെ ഭരണ സംവിധാനം ശരിയല്ല എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ രാജ്യത്തിനെതിരെ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ രാജ്യത്തിനെതിരെ എന്തുണ്ടാവും, എതിർപ്പുണ്ടാവും. അപ്പോൾ ആ എതിർപ്പിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ടെററിസം എന്ന് പറയുന്ന ഒരു ഇഷ്യൂ എന്ത് ചെയ്യുന്നു, ഉണ്ടാവും. അതായത് ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് there are several factors responsible for terrorism which lie in socio-economic problems. ഇപ്പോൾ ടെററിസം വളരുന്നതിന് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള സോഷ്യൽ എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബയോളജിക്കൽ സിസ്റ്റം, നമ്മുടെ മെൻ്റൽ കണ്ടീഷൻ, അപ്പോൾ അതൊക്കെ എന്തിന് കാരണമാകും, ടെററിസം വളരുന്നതിന് കാരണമാണെന്ന് പറയും. അപ്പോൾ അത്രയാണ് അതിൻ്റെ റീസണാകത്ത് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്ക് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ടെററിസമാണ്, പേര് മാത്രമേ പറയുന്നുള്ളൂ. സോ നൗ ഡേയ്സ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെററിസം ആർ പ്രാക്ടീസ്. ഇന്ന് നമ്മുടെ ലോകത്തിൽ എന്താണ്, വിവിധ തരത്തിലുള്ള ടെററിസം എന്ത് ചെയ്യുന്നു, നിലനിൽക്കുന്നു. ന്യൂക്ലിയർ ടെററിസം, സൈബർ ടെററിസം, ബയോളജിക്കൽ ടെററിസം, കെമിക്കൽ ടെററിസം. ഇത്രയാണ് ഇന്ന് നമ്മളെന്താ ലോകത്തിൽ കാണുന്ന പ്രധാനപ്പെട്ട ടെററിസം എന്ന് പറയുന്നത്. Our terrorism in Kashmir is the best example of state-sponsored terrorism. പിന്നെന്താ, സ്റ്റേറ്റ് സ്പോൺസേഡ് ടെററിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം നമുക്ക് എന്ത് പറയാം, കാശ്മീർ ഇഷ്യൂ പറയാം. അതായത് അവിടെ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് എന്ത് ചെയ്യുന്നത്, ടെററിസം വളർത്തുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്, ക്രോസ് ബോർഡർ ടെററിസം എന്ന് പറയുന്നത്. അതായത് അതിർത്തി കടന്നുള്ള ഭീകരവാദം. ഇനി ദ സ്പ്രെഡ് ഓഫ് ആന്ത്രാക്സ് ഈസ് എക്സാമ്പിൾ ഓഫ് ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ടെററിസം. ആന്ത്രാക്സ് എന്ന് പറയുന്ന അസുഖം ഈ കന്നുകാലികളൊക്കെ ചാവുന്നതിന് കാരണമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ, ബയോളജിക്കലായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞു എയ്ഡ്സ്, എബോള, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആണ് പിന്നെ ബേർഡ്സ് ഫ്ലൂ, പക്ഷിപ്പനി, ഇതൊക്കെ എന്താ ഈ ടെററിസത്തിൻ്റെ ഫലമായിട്ട് മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കുന്ന ചില സംഭവങ്ങളാണ്. ദ യൂസ് ഓഫ് കമ്പ്യൂട്ടർ വൈറസ് ആൻഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ ഈസ് ദ എക്സാമ്പിൾ ഓഫ് സൈബർ ടെററിസം. നമ്മൾ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുന്നു, വൈറസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ നശിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഫേസ്ബുക്ക് ഐ ഡി ഉണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫേസ്ബുക്ക് ഐ ഡി വേണമെങ്കിൽ ആർക്കും വേണമെങ്കിലും എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താ, സൈബർ ടെററിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ ടെററിസം ബൈ യൂസിങ് ന്യൂക്ലിയർ വെപ്പൺസ് ആർ എ ത്രെറ്റ് ഓഫ് ന്യൂക്ലിയർ ടെററിസം. ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പണുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, അത് ന്യൂക്ലിയർ ടെററിസത്തിന് എന്താ ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അമേരിക്കയാണ് ആദ്യത്തെ ന്യൂക്ലിയർ ടെററിസം എന്ന് പറയാം. കാരണം 1945 ജപ്പാനിൽ നാഗസാക്കിയിൽ, ഹിരോഷിമയിൽ എന്ത് ചെയ്തു, ജപ്പാൻ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ നടത്തി. ദെൻ ന്യൂക്ലിയർ, ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ടെററിസം ഈസ് ഷോർട്ട്ലി ടേംഡ് ആസ് NBC. ഇത് മൂന്നും കൂടെ അറിയപ്പെടുന്ന ഏത് പേരിലാണ്, NBC എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. ടെററിസം കഴിഞ്ഞല്ലോ, ടെററിസം കഴിഞ്ഞു.